അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിനെതിരെ നടപടിയെടുക്കുന്ന കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുകയാണ്, കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോൾ വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം, ഞങ്ങളൊന്ന് പഠിക്കേണ്ട. കാരണം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഇത് കേട്ടല്ലോ. ആ സമരപ്പന്തലിലുള്ള ആളുകളെ ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. അവരുടെ വിഷമങ്ങൾ കണ്ട് എനിക്ക് അവിടെ നിന്ന് അന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് അവരോടൊപ്പം സമരപ്പന്തലിൽ ചിലവഴിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ചില സാഹചര്യങ്ങൾ മൂലം എനിക്ക് അവരുടെ കൂടെ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും അവരോടൊപ്പം ആ സമരപ്പന്തലിലുണ്ട്. കാരണം അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും, അവർ സ്ട്രഗിൾ ചെയ്ത് വന്ന വഴികളുമൊക്കെ കേട്ടപ്പോൾ അവർ പറയുന്ന ആവശ്യങ്ങൾ 100% നമുക്ക് സത്യമാണെന്ന് അവരിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ഇതിൽ വെറും സാമ്പത്തിക നഷ്ടത്തിനപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ അവരുമായി സംസാരിച്ച കാര്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. മുഖ്യമന്ത്രിയുടെ ഈ മറുപടിയെ തുടർന്ന് ഞങ്ങൾ ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കത്തിച്ചും ഞങ്ങൾ പ്രതിഷേധിച്ചു. ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളർമതി ടീച്ചറിന്റെ ആരോഗ്യനില മോശമാണ്. ഡോക്ടർ വന്ന് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ പോലീസുകാരെ നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ചുറ്റും പോലീസുകാര് ചുറ്റും നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വളർമതി ടീച്ചർ ഇപ്പോഴും നിരാഹാരത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് വരെ സമരം തുടരാൻ തന്നെയാണ്. ഇതാണ് അവർക്ക് പറയാനുള്ളത്. എനിക്ക് മന്ത്രിയോടൊന്നേ ചോദിക്കാനുള്ളൂ. ഈ കുറച്ച് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു കാര്യമാണ്. അതിന് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതുപോലെ പല പദ്ധതികൾക്ക് ഈ കേരള സർക്കാരിന് അല്ലെ നമ്മുടെ ഈ സംസ്ഥാനത്തിന് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ അത് ഓരോരുത്തരുടെയും പണം തന്നെയാണ്. നികുതി പണത്തിൽ നിന്നാണ് ഈ സാമ്പത്തിക നഷ്ടങ്ങൾ എന്താണെങ്കിൽ തന്നെ വരുന്നത്. അപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിപ്പോൾ വീണ്ടും ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. വായ്പാ പദ്ധതി, സ്ത്രീകൾക്ക് സൗജന്യമായി വായ്പാ പദ്ധതി, പ്രിയദർശിനി പദ്ധതിയോടനുബന്ധിച്ച് തന്നെ 100 കോടി രൂപയാണ് അതിലേക്ക് ആദ്യഘട്ടത്തിലേക്ക് വകയിരുത്തുക എന്നൊക്കെ അറിയാൻ സാധിച്ചു. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ പുതിയ തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനുമുള്ള തരത്തിൽ സർക്കാർ സഹായിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിനെല്ലാം സർക്കാർ പിന്തുണയ്ക്കുന്ന ഈ സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അതായത് പിന്നോട്ട് മാറുന്നു, പിൻവലിയുന്നു? എന്തുകൊണ്ടാണിത്? ഇത് വളരെ അധികം ഖേദകരമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം ഒരു വിഷയം അങ്ങയുടെ തലസ്ഥാനത്ത് അതുപോലെ തന്നെ അങ്ങയുടെ തൊട്ട് താഴെ നടക്കുന്നൊരു വിഷയത്തിൽ അങ്ങ് പരിഹാരം കാണാൻ കഴിയുന്നില്ല എങ്കിൽ അത് വളരെയധികം സങ്കടകരം എന്ന് തന്നെ പറയാനുള്ളൂ. ഈ കേരളത്തിൽ ഇത്രയും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവർക്കെല്ലാം കുടുംബങ്ങളുള്ളവരാണ്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരാരും വീട്ടിൽ പോലും പോകാതെ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ സമരപ്പന്തലിൽ കഴിയണമെന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അങ്ങ് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് കേരളത്തിലുള്ള ഈ സാംസ്കാരിക അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയിലേക്ക് ഇവിടുന്ന് നമ്മുടെ ദുബായിൽ നിന്നൊക്കെ വരെ ഫ്ലൈറ്റ് പിടിച്ച് 25-23 പേരെ അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത് കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പം ഇത്രയും, അതായത് കേരള സംസ്ഥാനത്തിന് തന്നെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാരും തന്നെ ഇടപെടൽ നടത്താതിരിക്കുന്നു എന്ന് പറയുന്നത്. എത്രയോ പദ്ധതികൾ കേരള സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഈ ഭരണത്തിൽ വന്നതിന് ശേഷം തന്നെ അങ്ങയുടെ നേതൃത്വത്തിൽ തന്നെ എത്രയോ പദ്ധതികൾ നടപ്പിലാക്കുന്നു. എന്തിന്? ഉദാഹരണം പ്രിയദർശിനി പദ്ധതി നല്ല കാര്യങ്ങളാണ്, നടക്കട്ടെ. പക്ഷെ ഇവരെ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നത് ശരിയല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജനങ്ങളെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവരുടെ ആ ഒരു പ്രശ്നം അവർ പറയുന്ന കേട്ടിട്ട് അവർ ഭയങ്കര ഒരു പ്രശ്നം, ഒരു സാങ്കേതിക ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ അവിടെ പോവുക. അവർക്ക് വേണ്ടി ആ സമരപ്പന്തലിൽ അണിനിരക്കുക.
അവർ വിജയിക്കണം. അത് കേരളത്തിൻ്റെ വിജയമാവണം, അത് നമ്മുടെ എല്ലാവരുടെയും വിജയമാവണം. ഇത് ആരെയും രാജിവെപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കല്ലെറിയേണ്ട പോലീസുകാരെ കല്ലെറിയാനോ അല്ലെങ്കിൽ പോലീസുകാരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇവർ പിന്നെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ പേരിൽ പ്ലക്കാർഡ് ഉയർത്താനോ ഒന്നും അല്ല ഇവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഒന്നും അല്ല ചെയ്തിരിക്കുന്നു. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ന്യായമായ ആവശ്യമാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിത മാർഗം, അവർക്ക് കഞ്ഞി കുടിച്ച് പോകാനുള്ള അന്നത്തിന് വകയൊരുക്കണം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതിലെന്താണ് തെറ്റുള്ളത്?